I want a girl like you. I'm good. അത് ട്രോൾ ചെയ്യാനുള്ള നമുക്ക് Meme material. ഒന്നും അവൻ പറയത്തില്ല ഇവിടെ, എല്ലാം വീഡിയോയിലായിരിക്കും വരുന്നത്. ചില ക്രിഞ്ച് പീപ്പിൾ വിൽ ബി ഡൂയിങ് ദിസ് ആൻഡ് ദാറ്റ്. കുസൃതി ഇല്ലാത്ത കുഞ്ഞായിരിക്കും അല്ലേ? വേണം, എന്നെ ഭരിക്കും. അഞ്ജലിക്ക് ഇച്ചിരി ഭരിക്കുന്ന ഒരാള് തന്നെ വേണം, എന്നാലേ അഞ്ജലി ശരിയാവുള്ളൂ. പിന്നെ യശുവിന് പിന്നെ എന്തായാലും കുഴപ്പമില്ല. യശുവിന്റെ സൈഡാണോ എന്റെ സൈഡല്ല? നിന്റെ രണ്ടുപേരുടെയും സൈഡാ. ഇതൊന്നും ഇടരുത് കേട്ടോ. എടി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എത്ര നാളാ ഞാൻ വീട്ടിൽ ഇരിക്കുന്നത്? മുംബൈ, വീട്, ഹോസ്പിറ്റൽ. ശരി, 4 മാസം ശരിയായിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ടെസ്റ്റ് അലർജിയാണ് ആന്റി. ഈ ആന്റിക്ക് എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ആരും ചിരിക്കാറില്ല എന്നൊക്കെ. ഞങ്ങൾ കർണാടകക്കാരല്ലേ. ഒരു വീഗിളിനെ വരെ CBSE ലെവലിൽ പഠിപ്പിച്ചു വെച്ചവളാണ് ഇവള്, അറിയോ? Hello. We vote for boys. അല്ല, ഇതെല്ലാം കർണാടകയല്ല ഔട്ടാക്കുന്നത്. കർണാടകയൊക്കെ ഔട്ടാക്കിയത്. കർണാടക is not part of Kerala. സോ എനിക്കൊന്നുമില്ല പറയാൻ. യശു ആൻഡ് അഞ്ജലി എന്ന് പറയുന്ന 2 ഇൻഡിവിജ്വൽസിന്റെ പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ ജീൻസ് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് വരുമ്പോൾ ഒരു കുരിപ്പാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. ഭയങ്കര പ്രൊആക്റ്റീവ് ആൻഡ് ഭയങ്കര പിരിപിരിപ്പുള്ളൊരു കുട്ടിയെന്ന് ഞാൻ ബേസിക്കായിട്ട് പറയാം. എനിക്ക് ഉറപ്പാണത്. ആദ്യത്തെ കൺമണിയാണ് ഇരിക്കണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം, ഒരാഗ്രഹമുണ്ട്. ഭയങ്കര വെയിറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ്. ബിക്കോസ് ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞാണ്. ഫാമിലിയിൽ ഒരു പുതിയ ഒരാളെ നമ്മൾ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുവാണ്. This is especially in my life, I would say is one of the momentous day. We are all as a family waiting for this day. Probably spend more time with my grandchild. I can't wait. ನನ್ನ ಮಗ ಇಷ್ಟು ಕಷ್ಟಪಟ್ಟವನೇ, ನಾನು ಹೋಟ್ಲು ಮಡಿಕೊಂಡು ಇಷ್ಟು ಕಷ್ಟಪಟ್ಟಿದ್ದೀನಿ. ಇಷ್ಟೆಲ್ಲ ಸಾಕಿ ಸಲ್ವಿ ಈ ಮಟ್ಟಕ್ಕೆ ಬಂದಿದ್ಯಾ, ಅಷ್ಟು ನನಗೆ ಖುಷಿ. ಅಂಜು ಬಗ್ಗೆ ಒಳ್ಳೆ ಹುಡುಗಿ, ಕೇರಳ ಹುಡುಗಿ, ತುಂಬ ಒಳ್ಳೆ ಹುಡುಗಿ ಸಿಕ್ಕವಳೆ ನನ್ನ ಮೊಮ್ಮಗನಿಗೆ. ಲಕ್ಷ್ಮೀನ್ ಕೊಟ್ಟವಳೆ ನನ್ನ ಮನೆಗೆ. ಲಕ್ಷ್ಮೀನ್ ಕೊಟ್ಟಿದ್ದಾಳೆ, ಚೆನ್ನಾಗಿದ್ದಾಳೆ, ನಮಗೂ ಚೆನ್ನಾಗಿ ನೋಡ್ಕೊತಾಳೆ, ನಿನ್ನೂ ಚೆನ್ನಾಗಿ ನೋಡ್ಕೊತಾಳೆ. സൂപ്പർ. ക്യാമറമാൻ രാമനോടൊപ്പം റിപ്പോർട്ടർ അരുൺ.